ഇന്ന് നിക്കാഹൊക്കെ ആർക്ക് വേണം? ഇന്ന് നിക്കാഹ് ഒന്നുമില്ല. നിക്കാഹൊക്കെ ഏറ്റവും അവസാനമാണ് നിക്കാഹ്. എല്ലാം കഴിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങന്മാരെ കൊണ്ടുവരും, സയ്യിദന്മാരെ കൊണ്ടുവരും, ഹത്തീമിനെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും. നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്ത് വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാള് പോലും ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഈമാൻ എഴുതി വെച്ച ഒരാള് പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നു. വാപ്പയോട് ചോദിച്ചാൽ പറയും, ഉസ്താദെ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല. ഇന്നെല്ലാരും ചെയ്യുന്നതല്ലേ, ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. വാപ്പ, നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ, നീ എന്താ ചിന്തിക്കാത്തെ? ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്. നീ ചിലപ്പോ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോ പോയിട്ട് തെറ്റാന്ന് പറഞ്ഞ നിന്നെ ചിലപ്പോ അവിടെ നാട്ടിയിറക്കും, നിന്നെ പരിഹസിക്കും. പരിഹസിക്കട്ടെ, എന്നാ നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയോ? പറയാതിരുന്ന ശിക്ഷ, പറഞ്ഞ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുന്ന സമയം നീ മിണ്ടാതെ ഇരുന്ന അതിന് വേറെയാ, അതിന് വലിയ ശിക്ഷയാ.